Chapter 10 Wave Optics. Wave Theory of Light. Christian Huygens put forward the wave theory of light. According to this theory, light is propagated in the form of waves through an all-pervading hypothetical medium called ether. These waves carry energy and produce the sensation of vision on falling on the eye. ക്രിസ്ത്യൻ ഹൈജീൻസ് ആണ് വേവ് തിയറി പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് വേവ് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വേവ്സിൻ്റെ ഫോമിലാണ്, അതായത് തരംഗത്തിൻ്റെ രൂപത്തിലാണ് ഒരു മാധ്യമത്തിലൂടെ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആ ഒരു മാധ്യമത്തിന്, ആ ഒരു മീഡിയത്തിന് നമുക്ക് ഈതർ എന്ന് വിളിക്കാം. ഈ വേവ്സ് എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വേവ്സ് നമ്മുടെ കണ്ണിൽ വന്ന് വീണിട്ടാണ് നമുക്ക് വിഷൻ പോസിബിൾ ആകുന്നത്. ദെൻ വേവ് ഫ്രണ്ട്. During the wave propagation, all the particles of the medium which are located at the same distance from the source receive the disturbance simultaneously and vibrate in the same phase. ഒരു വേവ് ഒരു മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ സോഴ്സിൽ നിന്നും സെയിം ഡിസ്റ്റൻസിലിരിക്കുന്ന എല്ലാ പോയിൻറ്റ്സിനും ഒരേപോലെയാണ് അവർ ഡിസ്റ്റർബ്ഡ് ആകുന്നത്. അതുപോലെ തന്നെ അവരുടെ എല്ലാം വൈബ്രേഷൻസ് സെയിം ഫേസിലായിരിക്കും. താഴെ തന്നിരിക്കുന്ന ഫിഗറിൽ എസ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്. അതായത് ലൈറ്റ് എവിടെ നിന്ന് വരുന്നോ അതിനെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. എസ് പി, എസ് ക്യു ആൻഡ് എസ് ആർ ഈ മൂന്നെണ്ണം ലൈറ്റ് റേസ് ആണ്. ദെൻ എ ബി ആണ് വേവ് ഫ്രണ്ട്. ദാറ്റ് ഈസ് ദ വേവ് ഫ്രണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് എ ലോക്കസ് ഓഫ് ഓൾ പോയിൻറ്റ്സ് വിച്ച് ഹാവ് ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പോയിൻറ്റുകളുടെയും ലോക്കസിനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ദർ ആർ 3 types of wave front: spherical wavefront, cylindrical wavefront and plane wavefront. അതായത് 3 രീതിയിലാണ് വേവ് ഫ്രണ്ട് ഉള്ളത്: spherical, cylindrical and plane wavefront. Any line perpendicular to a wavefront is called a ray of light. Any line, വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഏതൊരു ലൈനെയും നമുക്ക് റേ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കാം. The next, Huygens principle. Huygens principle states that every point on a given wavefront can be considered as a source of secondary waves called wavelets. തന്നിരിക്കുന്ന വേവ് ഫ്രണ്ടിലെ എല്ലാ പോയിന്റുകളെയും നമുക്ക് സെക്കൻഡറി വേവ്സിൻ്റെ സോഴ്സ് ആയിട്ട് പറയാം, അതായത് വേവ്ലെറ്റ്സ് ആയിട്ട് പറയാം. ദ സെക്കൻഡറി വേവ്ലെറ്റ്സ് സ്പ്രെഡ് ഇൻ ഓൾ ഡിറക്ഷൻ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. സെക്കൻഡറി വേവ്ലെറ്റ്സ് പല ഡയറക്ഷനും, എല്ലാ ഡയറക്ഷനിലും അത് സ്പ്രെഡ് ചെയ്യും. അത് സ്പ്രെഡ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ അതേ വെലോസിറ്റിയിലായിരിക്കും. ദ ന്യൂ വേവ് ഫ്രണ്ട് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് is the envelope of these wavelets in the forward direction. ഈ സെക്കൻഡറി വേവ്ലെറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഈ സെക്കൻഡറി വേവ്സിൻ്റെ ഫോർവേഡ് ഡിറക്ഷനിലുള്ള ഒരു എൻവലപ്പാണ് നമ്മുടെ ഒരു ഇൻസ്റ്റൻറ്റിൽ നമുക്ക് കിട്ടുന്ന ന്യൂ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ദെൻ റിഫ്ലക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവ് ഫ്രണ്ട് അറ്റ് എ പ്ലെയിൻ സർഫസ്. താഴെ തന്നിരിക്കുന്ന ഫിഗർ നോക്കുക. XY എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. എ ബി എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. എ ബിയിലിരിക്കുന്ന എല്ലാ പാർട്ടിക്കിൾസും ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എന്ന് പറയുന്ന ഒരു ലൈറ്റ് വന്ന് ഈ XY പ്ലെയിനിലേക്ക് വന്ന് വീഴുന്ന ആ ഒരു ആംഗിളിനെയാണ് ഐ എന്ന് പറയുന്നത്, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. കുറച്ച് സമയം കഴിയും തോറും ഈ എയിലുള്ള ഡിസ്റ്റർബൻസ് പതിയെ സിയിലെത്താൻ തുടങ്ങും. അപ്പോൾ ബിയിലുള്ള സെക്കൻഡറി വേവ്സിന് ഒരു നിശ്ചിത ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി ഡിക്കും എ സിക്കും ഈക്വലാണ്, അതായത് ബി ഡിയും എ സിയും ഈക്വലാണ്. ബി എന്ന് പറയുന്ന പോയിന്റിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് എ സി എന്ന് പറയുന്ന റേഡിയസ് ആക്കിക്കൊണ്ട് നമ്മളൊരു സ്ഫിയർ കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഫിയറിൽ വരയ്ക്കുന്ന ടാൻജൻറ്റ് സി ഡി എന്ന് എടുക്കുക. അങ്ങനെയെങ്കിൽ ആ ടാൻജൻറ്റ് എന്ന് പറയുന്ന റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടിനെ കാണിക്കുന്നു, അതായത് സി ഡി ഈസ് ദ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ഇനി നമ്മുടെ ഫിഗറിൽ നമുക്ക് 2 ട്രയാങ്കിൾസ് കാണാൻ പറ്റും. ബി എ സി ആൻഡ് ബി ഡി സി 2 ട്രയാങ്കിൾ എടുക്കണം. ഇവിടെ ബി സി എന്ന് പറയുന്നത് 2 പേർക്കും കോമൺ ആയിട്ടുള്ളതാണ് ബി സി. ബി ഡിയും എ സിയും ഈക്വലാണ്. അതുപോലെ തന്നെ ആംഗിൾ ബി എ സിയും ആംഗിൾ ബി ഡി സിയും 90 ഡിഗ്രിയാണ്. ഇങ്ങനെ 2 ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളും 90 ഡിഗ്രി വീതമാണെങ്കിൽ നമുക്ക് പറയാം ആ ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ദാറ്റ് ഈസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ബി സി ഡി. ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വലാണ്. അതായത് നമുക്ക് പറയാം ഐ ഈസ് ഈക്വൽ ടു ആർ. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വലാണ് ഈ ഒരു കേസിൽ. ദസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഓൾസോ ദ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ടു ദ സർഫസ് at the point of incidence
all lie in the same plane. These are the laws of reflection. അതായത് ഇവിടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്നുണ്ട്. എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയ ഐയും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയ ആറും ഈക്വൽ ആവണം. അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് റേ, അതായത് വന്ന് വീഴുന്ന റേയും തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്തു പോയ റേയും ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന നോർമലും സെയിം പ്ലെയിനിൽ കിടക്കുകയും വേണം. ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഈ രണ്ട് ലോസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, റിഫ്രാക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവ് ഫ്രണ്ട് അറ്റ് എ പ്ലെയിൻ സർഫസ്. ഇനി റിഫ്രാക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെയും നമ്മുടെ ഫിഗറിൽ നമുക്ക് കാണാം XY ആണ് ഇവിടുത്തെ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ പ്ലെയിൻ റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ് XY. ഈ XY എന്ന് പറയുന്നത് രണ്ട് മീഡിയത്തിന് തമ്മിൽ വേർതിരിക്കുകയാണ്, അതായത് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് മീഡിയമിലേക്ക് ഒരു ലൈറ്റ് വന്ന് വീഴുമ്പോൾ അതിനുണ്ടാകുന്ന വ്യതിയാനമാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് മീഡിയം M1 എന്നെടുത്തു, സെക്കൻഡ് മീഡിയം M2 എന്നെടുത്തു. M1 ഒരു വെലോസിറ്റി ഉണ്ട്, അതാണ് C1. M2 വെലോസിറ്റിയാണ് C2. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് നമുക്ക് എങ്ങനെ പറയാം? N1 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം ആൻഡ് N2 ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം. ദെൻ നമ്മുടെ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും AB ആണ് ഇൻസിഡൻറ്റ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. സെക്കൻഡ് ഫിഗറിൽ നോക്കിയാൽ അറിയാം AB എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ്. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ബിയിലുള്ള ഡിസ്റ്റർബൻസ് പതിയെ സിയിലെത്തും. ആ സമയത്ത് എയിലുള്ള സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ത് ചെയ്യും? പതിയെ ഒരു ഇത്ര ഡിസ്റ്റൻസ് മീഡിയം 2 അതിന് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു ടൈം എന്ന് പറയുന്നത് T നമുക്ക് എടുക്കാം. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ബിയിൽ നിന്നും സിയിലേക്ക് ഡിസ്റ്റർബൻസിന് വരാനുള്ള സമയമല്ലേ, ഈ സമയമാണ് T എന്ന് പറയുന്നത്. സോ എ എന്ന് പറയുന്നത് സെൻറ്റർ ആക്കിക്കൊണ്ട് C2 എന്ന് പറയുന്ന റേഡിയസ് എടുത്തുകൊണ്ട് നമ്മളൊരു സ്ഫിയർ കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു CD എന്ന് പറഞ്ഞൊരു ടാൻജൻറ്റ് വരയ്ക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഈ CD എന്ത് തരുന്നു? റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടിന് തരുന്നു. ഇവിടെ നമുക്ക് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് കിട്ടുന്നത്. ABCയും ADCയും കിട്ടുന്നു. ഇനി ABC നമ്മൾ കൺസിഡർ ചെയ്യുക. അവിടെ സൈൻ I നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? BC/AC ആണ്. അതുപോലെ ട്രയാങ്കിൾ ADC നമ്മൾ എടുക്കുമ്പോഴും അവിടുത്തെ സൈൻ R എന്താണ്? AD/AC ആണ്. നമുക്കറിയാം സൈൻ I/സൈൻ R എന്ന് പറയുന്നത് N ആണ്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സൈൻ I/സൈൻ R എന്ന് പറയുന്നത് നമുക്കിവിടെ കൊടുക്കാം BC/AC ഹോൾ ഡിവൈഡ് ബൈ AD/AC. ഇവിടെ രണ്ടിടത്തും AC ഉണ്ട്. AC രണ്ടും വെട്ടിപ്പോയി കഴിയുമ്പോൾ BC/AD എന്ന് കിട്ടും. പക്ഷേ ഈ BC എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിസ്റ്റൻസ് ആണ്. അതുപോലെ AD എന്ന് പറയുന്നത് സെക്കൻഡ് മീഡിയത്തിലൊരു ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാം വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് വെലോസിറ്റി. സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു T എന്ന് നമുക്ക് കൊടുക്കാം. BC എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മീഡിയത്തിലെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി C1, അതായത് C1 ഇൻറ്റു T ആണ് BC. AD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാണാൻ വെലോസിറ്റി ഇൻറ്റു T. AD എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മീഡിയത്തിലെ ഡിസ്റ്റൻസ് ആണ്. സോ C2 ഇൻറ്റു T. ഇത് നമ്മളവിടെ കൊടുക്കുമ്പോൾ സൈൻ I/സൈൻ Rലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് BC/AD എന്നാണ് കിട്ടിയിരുന്നത്. ഈ BCക്കും ADക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C1 T/C2 എന്ന് കിട്ടി. T ഇവിടെ കോമൺ ആയതുകൊണ്ട് അതും ക്യാൻസൽ ആയിപ്പോയി. സോ നമുക്ക് കിട്ടി C1/C2 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം N എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ റിഫ്രാക്റ്റിംഗ് മീഡിയമാണ് N. നമുക്ക് ആ രണ്ട് മീഡിയത്തിന് നമ്മൾ രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊടുത്തു, N1 എന്നും N2 എന്നും കൊടുത്തു. N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C/C1. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ വെലോസിറ്റിയും C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയത്തിൻ്റെ വെലോസിറ്റിയാണ്. സോ N1 ഈസ് ഈക്വൽ ടു C/C1 ആൻഡ് N2 ഈസ് ഈക്വൽ ടു C/C2. ഇനി സൈൻ I/സൈൻ R നമുക്ക് കിട്ടിയത് C1/C2 എന്നാണ്. ഇവിടെ C1നും C2നും നമ്മൾ ഇക്വേഷൻ കൊടുത്തു കഴിയുമ്പോൾ Cയും ക്യാൻസൽ ആയിപ്പോയി നമുക്ക് N2/N1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് സൈൻ I/സൈൻ R ഈസ് ഈക്വൽ ടു N2/N1. ഈ N2/N1 നമുക്ക് എങ്ങനെ എഴുതാം? N എന്ന് എഴുതാം. ഇതിനെയാണ് സ്നെൽസ് ലോ ഇൻ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. Now the incident ray, refracted ray and the normal are in the same plane. Both laws of refraction are proved. Laws of refraction എന്ന് പറയുന്ന ഒന്നാമത്തെ ലോയാണ് സ്നെൽസ് ലോ ഇവിടെ പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും സെയിം പ്ലെയിനിലാണ് കിടക്കുന്നത്. സോ രണ്ട് ലോസും റിഫ്രാക്ഷൻ്റെ രണ്ട് ലോസും റിഫ്ലക്ഷൻ പോലെ തന്നെ ഇവിടെയും
പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇതും കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്, പോളറൈസേഷൻ. According to the electromagnetic theory, light is a propagation of mutually perpendicular vibrating electric and magnetic fields. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ച് ലൈറ്റ് എന്ന് പറയുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രൊപ്പഗേഷനാണ്. ദ ഇലക്ട്രിക് ഫീൽഡ് ഫങ്ഷൻസ് ആസ് ലൈറ്റ് വെക്ടർ. When light is passed through certain crystal-like tourmaline, the vibrations of electric field vector are restricted. This property exhibited by light is known as polarization. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് വെക്ടർ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഒരു ലൈറ്റ് ചില സർട്ടൻ ക്രിസ്റ്റലിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് ലൈക്ക് ടൂർമലൈൻ പോലത്തെ ക്രിസ്റ്റലിലൂടെ കടന്നു പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻസ് എല്ലാം റെസ്ട്രിക്റ്റഡ് ആയി പോകും. ഇങ്ങനെ ലൈറ്റിൻ്റെ അതായത് ലൈറ്റ് ഇപ്പോൾ ഒരു ക്രിസ്റ്റലിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ മാത്രം റെസ്ട്രിക്റ്റഡ് ആയി പോകുന്നതിനെയാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. Light having electric field vector vibrations confined to a single plane and in a particular direction is known as linearly polarized or plane polarized light. അതായത് ലൈറ്റിനുണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വൈബ്രേഷൻസ് എല്ലാം ഒരു സിംഗിൾ പ്ലെയിനിലേക്ക് കൺഫൈൻഡ് ആയി, അതും ഒരു പർട്ടിക്കുലർ ഡിറക്ഷനിൽ. ഇങ്ങനെ കിട്ടുന്ന ലൈറ്റിനെയാണ് നമ്മൾ ലീനിയർലി പോളറൈസ്ഡ് ഓർ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ലൈറ്റ് ചില ക്രിസ്റ്റലിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വൈബ്രേഷൻസ് എല്ലാം ഒരു സിംഗിൾ പ്ലെയിനിലേക്ക് കൺഫൈൻഡ് ആയി പോകുന്നു. ഇങ്ങനെ കിട്ടുന്ന ലൈറ്റിന് നമുക്ക് ലീനിയർലി പോളറൈസ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയാം. ഈ ഒരു ഫിനോമിനനാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. പോളറൈസേഷൻ ഈസ് എക്സിബിറ്റഡ് ബൈ ട്രാൻസ്വേഴ്സ് വേവ്സ് ഓൺലി. ദസ് പോളറൈസേഷൻ പ്രൂവ്സ് ദ ലൈറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. പോളറൈസേഷൻ സാധാരണ രീതിയിൽ എക്സിബിറ്റ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവാണ്. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ഇത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സ് വേവാണ്. ഇനി പോളറൈസേഷൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് കാണിച്ചിരിക്കുന്നത്. പോളറൈസേഷൻ ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് യൂസിങ് എ ടൂർമലൈൻ ക്രിസ്റ്റൽ. നമുക്കൊരു ടൂർമലൈൻ ക്രിസ്റ്റൽ വഴി നമുക്ക് എങ്ങനെയാണ് ഒരു ലൈറ്റ് പോളറൈസ്ഡ് ആകുന്നത് എന്ന് നോക്കാം. ലൈറ്റ് ഫ്രം എ സോഴ്സ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ എ ടൂർമലൈൻ ക്രിസ്റ്റൽ. ദി വൈബ്രേഷൻസ് പാരലൽ ടു ദ ഒപ്റ്റിക്കൽ ആക്സിസ് വിൽ പാസ് ത്രൂ ഇറ്റ് ആൻഡ് അതർ വൈബ്രേഷൻസ് ആർ അബ്സോർബ്ഡ് ബൈ ദ ക്രിസ്റ്റൽ. ഒരു സോഴ്സിൽ നിന്നുള്ള ഒരു ലൈറ്റ് ഒരു ടൂർമലൈൻ ക്രിസ്റ്റലിൻ്റെ അകത്തേക്കൂടെ കയറി പോകുമ്പോൾ ഓപ്റ്റിക്കൽ ആക്സിസിന് പാരലായിട്ടുള്ള വൈബ്രേഷൻസ് എല്ലാം അതിൻ്റെ അകത്തുകൂടെ പാസ് ചെയ്യുകയും അല്ലാത്ത വൈബ്രേഷൻസ് എല്ലാം ആ ക്രിസ്റ്റൽ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. ദ ക്രിസ്റ്റൽ ഈസ് കോൾഡ് പോളറൈസർ ഓർ പോളറോയിഡ്. ഒരു ക്രിസ്റ്റൽ ഒരു ടൈപ്പ് വൈബ്രേഷനൊക്കെ അബ്സോർബ് ചെയ്യുകയും മറ്റതിനെ കടത്തി വിടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്രിസ്റ്റൽ നമുക്ക് എന്ത് വിളിക്കാം? പോളറൈസർ അല്ലെങ്കിൽ പോളറോയിഡ് എന്ന് വിളിക്കാം. സിൻസ് ദ എമർജൻറ്റ് ലൈറ്റ് ഈസ് പോളറൈസ്ഡ്. അങ്ങനെ ഒരു ക്രിസ്റ്റലിൻ്റെ അകത്തേക്കൂടെ ഒരു ലൈറ്റ് കടന്നു പോയി കഴിയുമ്പോൾ അതെന്തായി? പോളറൈസ്ഡ് ആയി. ടു ടെസ്റ്റ് വെദർ ദ എമർജൻറ്റ് ലൈറ്റ് ഈസ് പോളറൈസ്ഡ് ഓർ നോട്ട്, എ സെക്കൻഡ് ടൂർമലൈൻ ക്രിസ്റ്റൽ ഈസ് യൂസ്ഡ്. ഇനി ഫസ്റ്റത്തെ ഒരു ടൂർമലൈൻ ക്രിസ്റ്റലിൻ്റെ അകത്തേക്കൂടെ കയറിപ്പോയ ലൈറ്റ് പോളറൈസ്ഡ് ആയോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് രണ്ടാമതൊരു ടൂർമലൈൻ ക്രിസ്റ്റൽ കൂടി ഉപയോഗിക്കാം. കീപ്പിംഗ് ദ ഫസ്റ്റ് ക്രിസ്റ്റൽ ഫിക്സ്ഡ്, ദ സെക്കൻഡ് വൺ ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ദ ഇൻസിഡൻറ്റ് റേ ആസ് ആക്സിസ്. ആദ്യത്തെ ക്രിസ്റ്റൽ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ ആക്സിസ് ആക്കിക്കൊണ്ട് സെക്കൻഡ് ക്രിസ്റ്റൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് എമർജൻറ്റ് ലൈറ്റ് ഫ്രം ദ സെക്കൻഡ് ക്രിസ്റ്റൽ വേരീസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം. ഇതിൽ നിന്നും നമ്മൾ ചെക്ക് ചെയ്യുന്ന നേരത്ത് സെക്കൻഡ് ക്രിസ്റ്റലിൽ നിന്നും വരുന്ന എമർജ് ചെയ്യുന്ന ലൈറ്റിനൊരു പ്രത്യേകത ഉണ്ടാകും. അതിൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമത്തിനും മിനിമത്തിനും ഇടയിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. The intensity of transmitted light is maximum when the polarizing directions are parallel, and intensity falls to zero when the polarizing directions become perpendicular to each other. ഇപ്പോൾ ട്രാൻസ്മിറ്റഡ് ലൈറ്റിൻ്റെ പോളറൈസിങ് ഡിറക്ഷൻസ് അത് പാരലാണെങ്കിൽ ഇൻറ്റൻസിറ്റി എന്തോരായിരിക്കും? മാക്സിമം ആയിരിക്കും. പോളറൈസിങ് ഡിറക്ഷൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇൻറ്റൻസിറ്റി മിനിമം ആയിരിക്കും, അതായത് 0 ആയിരിക്കും ഇൻറ്റൻസിറ്റി. ദ ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ഫസ്റ്റ് പോളറോയിഡ് ഹാസ് അക്വയർഡ് എ പ്രോപ്പർട്ടി വിച്ച് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഡിഡ് നോട്ട് ഹാവ്. അതായത് ആദ്യത്തെ പോളറോയിഡിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിന് ഒരു പ്രത്യേക സ്വഭാവം, ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അത് ആദ്യത്തെ ഇൻസിഡൻറ്റ് ലൈറ്റ്, അതായത് അൺപോളറൈസ്ഡ് ലൈറ്റിനേക്കാളും എന്തോ ഒരു പ്രോപ്പർട്ടി കൂടുതൽ കാണിക്കുന്നുണ്ട് പോളറൈസ്ഡ് ലൈറ്റ്. എന്താണ് ആ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ പോളറോയിഡിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് അതിൻ്റെ ഇൻറ്റൻസിറ്റി പകുതിയാക്കി റെഡ്യൂസ് ചെയ്യുന്നു.
അങ്ങനെ ഒരു പ്രോപ്പർട്ടി അത് കാണിക്കുന്നുണ്ട്. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. ഈ ഒരു പ്രോപ്പർട്ടിയെയാണ് പോളറൈസേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് ക്രിസ്റ്റൽ ഈസ് കോൾഡ് അനലൈസർ ഓർ ഡിറ്റക്ടർ. രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ച ഒരു ക്രിസ്റ്റൽ ഉണ്ടല്ലോ, ആ ക്രിസ്റ്റലിനെയാണ് നമ്മൾ അനലൈസർ ഓർ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. അതായത് 2 ക്രിസ്റ്റൽ വെച്ചു. ആദ്യത്തെ ക്രിസ്റ്റലിനെ നമുക്ക് പോളറൈസർ അല്ലെങ്കിൽ പോളറോയിഡ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ ക്രിസ്റ്റലിനെ നമുക്ക് അനലൈസർ ഓർ ഡിറ്റക്ടർ എന്ന് വിളിക്കാം. The plane in which the vibration of electric field vector are confined is known as plane of vibration, and the plane perpendicular to the plane of vibration is known as the plane of polarization. അതായത് ലൈറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വൈബ്രേഷൻസിനെ എല്ലാം ഒരു പ്ലെയിനിലേക്ക് കൺഫൈൻ ചെയ്തു. ഈ ഒരു പ്ലെയിനിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പ്ലെയിൻ ഓഫ് വൈബ്രേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന പ്ലെയിനെയാണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, മാളൂസ് ലോ. Malu's law states that when a beam of plain polarized light of intensity I0 is incident on the analyzer, then the intensity I of the emergent light is directly proportional to the square of the cosine of the angle theta between the polarizer and an analyzer. അതായത് പോളറോയിഡിലൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഉള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആണ്. ഈ I0 ആണ് അടുത്ത അനലൈസറിലേക്ക് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അതിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I ആണ്. അങ്ങനെയെങ്കിൽ ആ I എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കൊസൈൻ ഓഫ് ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദ പോളറൈസർ ആൻഡ് അനലൈസർ. അതായത് പോളറൈസറിനും അനലൈസറിനും ഇടയിലുള്ള തീറ്റ എന്ന ആംഗിളിൻ്റെ കൊസൈൻ്റെ സ്ക്വയറിനോട് പ്രൊപ്പോർഷണലാണ് I എന്ന് പറയുന്ന എമർജൻറ്റ് ലൈറ്റ്. അതായത് അനലൈസറിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന എമർജ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അനലൈസറിനും പോളറൈസറിനും ഇടയ്ക്ക് വരുന്ന ആംഗിളായ തീറ്റയുടെ കൊസൈനിൻ്റെ സ്ക്വയറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് അനലൈസറിൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു I0 cos സ്ക്വയർ തീറ്റ എന്ന് പറയാം. നെക്സ്റ്റ് ടോപ്പിക്, പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. The light gets reflected from a transparent medium. The reflected light is partially polarized. At a particular angle of incidence, the reflected light is fully polarized. ഒരു ട്രാൻസ്മിറ്റഡ് മീഡിയത്തിൽ ഒരു ലൈറ്റ് വന്ന് തട്ടി അത് വന്ന് വീണ് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ ആ റിഫ്ലക്റ്റഡ് ലൈറ്റ് പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. എന്നാൽ ഒരു പ്രത്യേക ആംഗിളിൽ വന്നിട്ട് ഈ ലൈറ്റ് വന്ന് ഈ ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ഫുള്ളി പോളറൈസ്ഡ് ആകും. This particular angle is known as polarizing angle or angle of polarization or Brewster's angle theta for that medium. ഏത് ആംഗിളിൽ വന്ന് വീഴുമ്പോഴാണോ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഫുള്ളി പോളറൈസ്ഡ് ആകുന്നത് ആ ആംഗിളിനെയാണ് നമ്മൾ പോളറൈസിങ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് പോളറൈസേഷൻ അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്നൊക്കെ പറയുന്നത്, അതായത് തീറ്റ എന്ന് പറയുന്നത്. വെൻ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് അറ്റ് പോളറൈസിങ് ആംഗിൾ ദ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇപ്പോൾ ഒരു ലൈറ്റ് വന്ന് വീഴുന്നത് ഈ പോളറൈസിങ് ആംഗിളിലാണെങ്കിൽ റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും 90 ഡിഗ്രി ആയിരിക്കും, അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് ഈസ് R + തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. R എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് തീറ്റ എന്ന് പറയുന്ന പോളറൈസിങ് ആംഗിൾ. നെക്സ്റ്റ് ടോപ്പിക്, ബ്രൂസ്റ്റേഴ്സ് ലോ. Brewster's law states that the tangent of the polarizing angle is equal to the refractive index of the medium on which light is incident. Brewster's law പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളറൈസിങ് ആംഗിളിൻ്റെ ടാൻജൻറ്റ്, അതായത് ടാൻ, ആ പോളറൈസിങ് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ, ഈ തീറ്റയുടെ ടാൻ എന്ന് പറയുന്നത് ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? ഏത് മീഡിയത്തിലാണോ ലൈറ്റ് വന്ന് വീണത് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനോട് ഈക്വലാണ്. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു N. ഇതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. അതിന് താഴെ അതിൻ്റെ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ വെച്ച് നമുക്ക് എന്തറിയാം? sin I / sin R ഈസ് ഈക്വൽ ടു N2/N1 ദാറ്റ് ഈസ് ഈക്വൽ ടു N എന്ന് നമുക്കറിയാം. അതായത് N എന്ന് പറയുന്നത് എന്താണ്? റിഫ്രാക്റ്റിംഗ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. N2 N1 എന്താണ്? ഓരോ മീഡിയത്തിൻ്റെ 2 മീഡിയം ഉണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് N1 N2. ഫ്രം ദ ഫിഗർ I ഈസ് ഈക്വൽ ടു തീറ്റ. അതായത് ഇപ്പോൾ ഒരു ലൈറ്റ് വന്ന് വീഴുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും, ദാറ്റ് ഈസ് I എന്ന് പറയാം. ഇനി ആ വന്ന് വീണത് പോളറൈസിങ് ആംഗിളിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ആംഗിൾ നമുക്ക് എന്ത് പറയാം? തീറ്റ എന്ന് പറയാം. അതായത് ഇവിടെ Iയും തീറ്റയും ഈക്വലാണ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു R + തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയും. അതായത് അതിൽ നമ്മൾ R കാണുമ്പോൾ എന്താ? 90 - തീറ്റയാണ് R എന്ന് കിട്ടി. നമ്മളിവിടെ സൈൻ ഐക്കും ആറിനും പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് സൈൻ ഐക്ക് പകരം നമുക്കറിയാം I ഈസ് ഈക്വൽ ടു എന്തെന്നാണ് പറയുന്നത്? തീറ്റയാണ്. സോ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ
ആറിൻ്റെ പകരം എന്ത് കൊടുക്കണം 90 മൈനസ് തീറ്റ എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു n. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. സോ നമ്മൾ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു n. സോ നമുക്ക് എന്തെന്ന് പറയാം, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു n. ഇവിടെ ബ്രൂസ്റ്റേഴ്സ് ലോ പ്രൂവ് ആയി. അടുത്തത് യൂസ് ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. എവിടെയൊക്കെ നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് യൂസ് ചെയ്യും? ഫസ്റ്റ് വൺ, ടു പ്രൊജക്ട് സ്റ്റീരിയോസ്കോപ്പിക് പിക്ചേഴ്സ് ഓൺ എ സ്ക്രീൻ. ഒരു സ്ക്രീനിൽ സ്റ്റീരിയോസ്കോപ്പിക് പിക്ചേഴ്സ് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. സെക്കൻഡ്, ഇഫ് പോളറൈസ്ഡ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇറ്റ് ബിക്കംസ് പോളറൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് എന്ത് പറയാം, അത് പോളറൈസ്ഡ് ആയി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഒപ്റ്റിക്കലിനെ പോളറൈസ്ഡ് ആക്കാനായിട്ട് നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ LCD. ഇന്ന് അതായത് അത് LCDയിൽ അത് ഉപയോഗിക്കുന്നു. പിന്നെ സൺ ഗ്ലാസസിൽ അത് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വൺ, പോളറോയിഡ്. നമ്മൾ പറഞ്ഞു പോളറോയിഡ്, അതിനൊരു എക്സാമ്പിൾ ഏതാ, ടൂർമലൈൻ ക്രിസ്റ്റൽ ഒരു പോളറോയിഡാണ്. പോളറോയിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോളറൈസർ ഇൻ ദ ഫോം ഓഫ് എ ലാർജ് ഫിലിം. വെൻ പോളറൈസ്ഡ് ലൈറ്റ് പാസസ് ത്രൂ എ പോളറോയിഡ് വി ഗെറ്റ് പോളറൈസ്ഡ് ലൈറ്റ്. നമ്മൾ പറഞ്ഞു ഒരു ലാർജ് ഫിലിം പോലെ ഇരിക്കുന്ന ഒരു പോളറൈസറാണ് പോളറോയിഡ്. ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു പോളറൈസറിലൂടെ ഒരു പോളറോയിഡിലൂടെ കടന്നു പോകുമ്പോൾ അത് എന്ത് സംഭവിക്കുന്നു, അത് പോളറൈസ്ഡ് ആകുന്നു. അതെവിടേക്ക്, അതിൻ്റെ യൂസസ് ഏതൊക്കെ ഫീൽഡിലാണെന്ന് നോക്കാം. ഇൻ പോളറൈസിങ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ പോളറൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇൻ ഓർഡർ ടു ഇംപ്രൂവ് കളർ കോൺട്രാസ്റ്റ് ഇൻ ഓൾഡ് ഓയിൽ പെയിൻറ്റിങ്സ് പോളറൈഡ്സ് ആർ യൂസ്ഡ്. അതായത് പഴയ പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ കളർ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ആ കളർ കോൺട്രാസ്റ്റ് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പോളറോയിഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻഡ് വ്യൂ 3D ഫിലിംസ്. 3D ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യാനും അത് വ്യൂ ചെയ്യാനും നമ്മൾ പോളറോയിഡ്സ് ഉപയോഗിക്കുന്നു. ഇൻ എയ്റോപ്ലെയിൻസ് പോളറോയിഡ് ഗ്ലാസസ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ലൈറ്റ് കമ്മിങ് ഇൻ. എയ്റോപ്ലെയിൻസിൽ നമ്മൾ പോളറോയിഡ് ഉപയോഗിക്കുന്നു. അതായത് ഒരുപാട് ലൈറ്റ് അകത്തേക്ക് കടന്ന് ചെല്ലാതിരിക്കാൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പോളറോയിഡ്സ് ഉപയോഗിക്കുന്നു. അടുത്തത് ഇൻ സൺ ഗ്ലാസസിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ആൻഡ് ഫൈനലി ഇൻ വിൻ ഗ്ലാസ് ഓഫ് വെഹിക്കിൾസ് ടു അവോയ്ഡ് ഗ്ലയർ. ഇതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നു. താങ്ക് യു.